ദേശീയ അടിസ്ഥാനത്തിലും അന്തർദേശീയ അടിസ്ഥാനത്തിലും നമ്മുടെ തുറമുഖത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരത്തെ സംബന്ധിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം മാറി ഒരു ആത്മവിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൂടി വളരെ വേഗതയിൽ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഗവൺമെൻറ്. ഇപ്പോൾ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് സമീപമുള്ള സ്കൂളും ആ സ്കൂളിന് പുതിയൊരു കോഴ്സ് കൂടി വേണമെന്ന്, 2 കോഴ്സ് കൂടി വേണമെന്ന് അച്ഛനും ഒക്കെ ആവശ്യപ്പെടുകയും അത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വെച്ച് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ പ്രശ്നങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. അതുകൂടി പരിഹാരം കണ്ടെത്തിയാൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളവും കടലുമായി ബന്ധപ്പെട്ട് ദൈനംദിന ഉപജീവന മാർഗം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആശങ്കകൾ പരിപൂർണമായി പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഈ തുറമുഖം ഇവിടെ വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്കാകെ ദുരിതമാണ് എന്നുള്ള ഒരു വാദം ഉണ്ടായിരുന്നു. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും തുറമുഖം വരണം, നമ്മുടെ നാട് നന്നാവണം, മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല, അവരുടെ ഉപജീവന മാർഗം ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ചിലപ്പോൾ ഒരു സമയവ്യത്യാസം, ടൈം എടുക്കുകയായിരിക്കും. ഇതൊന്നും ഏത് ഗവൺമെന്റ് ആയിരുന്നാലും രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിൻ്റെ ഭാവിയിലുള്ള വികസനം എന്നുള്ളതിൽ മാത്രമേ ഇതിനെ കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. വാസവൻ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം നല്ലവണ്ണം ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഉദ്ഘാടനവും ഇതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനമൊക്കെ തന്നെ നടക്കുന്നതിന് വേണ്ടി ഇത്ര വേഗം കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ 2ാം ഘട്ട ഉദ്ഘാടന സമ്മേളനത്തിൽ നമുക്ക് എത്രമാത്രം ജനപങ്കാളിത്തത്തോടുകൂടി ഐക്യത്തോടുകൂടി ഇന്ന് കാര്യങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞോ, ഒരു കല്ലുകടിയുമില്ലാതെ നമുക്ക് ഇതും ആ രൂപത്തിൽ തന്നെ നടത്തുന്നതിന് വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.